പ്രവേശന വിഷയത്തിൽ ഉരുണ്ട് കളിച്ച് CPM സത്യവാങ്മൂലം തിരുത്തി നൽകാൻ പിണറായി സർക്കാരിന്റെ മേൽ സമ്മർദ്ദം ശക്തമാകുകയാണ്. എന്നാൽ കൃത്യമായ നിലപാട് പറയാൻ CPMഉം സർക്കാരും തയ്യാറാകുന്നില്ല. ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ നാളെ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് സർക്കാരിന്റെ ഒളിച്ചുകളി. വിവരങ്ങളുമായി വീണയും ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനുമാണ് ചേരുന്നത്. ആദ്യം MS വീണയിലേക്ക് പോവുകയാണ്. വീണ, ഇന്നിപ്പോൾ MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ മാറാത്തതൊന്നുമില്ല എന്ന ഒരു പ്രസ്താവന നടത്തുമ്പോൾ അതൊരു ഉരുണ്ട് കളിച്ചുള്ള പ്രസ്താവനയാണ്. കാരണം ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് നാളെ മുതൽ വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ ഭക്തർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് മാറാത്തതൊന്നുമില്ല മാറ്റം എന്നൊക്കെയുള്ള ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭൗതികമായ ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ കൃത്യമായ നിലപാട് പാർട്ടിക്കും സർക്കാരിനും ഇല്ല എന്ന കൃത്യമായ സന്ദേശമാണല്ലോ MV ഗോവിന്ദന്റെ വാക്കുകളിലൂടെ നാം വായിച്ചെടുക്കേണ്ടത്. തീർച്ചയായും ഗൗതം, അങ്ങനെ തന്നെയാണ്. ഉരുണ്ടുകളി തുടരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ആ വാക്കുകൾക്കിടയിൽ നിന്ന് അത്തരത്തിൽ തന്നെയാണ് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. കാരണം ഒരു പക്ഷത്ത് തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ പലതരത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള പല പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് കണ്ടിട്ടുണ്ട്. ഭക്തർക്കൊപ്പമാണ്, ഭക്തരുടെ വികാരങ്ങളെയും ഒപ്പം തന്നെ വിശ്വാസങ്ങളെയും മാനിക്കുന്നുവെന്ന് പലതവണ വാർത്താ സമ്മേളനങ്ങളിൽ MV ഗോവിന്ദൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ മാറുമെന്നുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ, മാറാത്തതായി ഒന്നുമില്ലല്ലോ എന്നുള്ള ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ വായിച്ചെടുക്കുന്നത് വീണ്ടും ഭക്തർക്ക് നേരെ ഉള്ള ഒരു വെല്ലുവിളിയായി തന്നെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ശബരിമലയിൽ നിന്നുണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം. ഈ ഒരു തീർത്ഥാടന കാലത്തും ഈ കഴിഞ്ഞ മാസങ്ങളിലടക്കം ഉണ്ടായ വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ദുരൂഹതകളുമൊക്കെ അതിന് പിന്നാലെയാണ് ഭക്തരെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള MV ഗോവിന്ദന്റെ കടന്നുവരവ്. അപ്പോൾ തന്നെ കോടതിയിൽ പറയിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ളൊരു നിലപാട് തന്നെയാണ് പാർട്ടിക്കുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പാർട്ടി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതിൽ നിന്ന് മാറ്റമില്ലെന്ന് പറയുമ്പോൾ പോലും കോടതിയിൽ മറ്റൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത്തരത്തിൽ ജനങ്ങളെ ഒരു തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ തുറന്നുള്ള, അതായത് പാർട്ടിയുടെ നിലപാട് തുറന്നു പറയുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അത് വാക്കുകൾക്കിടയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഭക്തരുടെ വികാരങ്ങളെ മാനിക്കാതെ അത്തരത്തിലുള്ള ഒരു വെല്ലുവിളി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. CPM സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് തന്നെയാണ് പാർട്ടിക്കുള്ളത്, മുഖ്യമന്ത്രിക്കുള്ളത് എന്നുള്ളത് കൂടി ഉറപ്പാണ്. കാരണം ഈ ചോദ്യങ്ങളിൽ നിന്നടക്കം ഇത്തരത്തിലുള്ള മറുപടികൾ ഉണ്ടാകുമ്പോൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. കോടതിയിൽ എന്ന് പറയുമ്പോൾ, സുപ്രീം കോടതിയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട ഒരു വാദം നിരത്തി മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നാലെ ചിരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഒരു ഇരട്ടത്താപ്പ് നയം, ഒപ്പം തന്നെ ഒരു ഒളിച്ചുകളി തുടരുമ്പോൾ പോലും പറയാതെ പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഈ തിരഞ്ഞെടുപ്പ് ഇതിന് തൊട്ട് പിന്നാലെയാണ്, ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് മാധ്യമങ്ങളെ കണ്ടെന്ന സാഹചര്യത്തിൽ പറഞ്ഞത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ അത് എപ്പോഴും വിശ്വാസികളെ മാനിക്കുന്ന, അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താത്ത തരത്തിലുള്ള നിലപാട് പാർട്ടി സ്വീകരിക്കുമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ളപ്പോഴാണ് ഇപ്പോൾ ഒരു നിലപാടിൽ മാറ്റമുണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ആദ്യം സ്വീകരിച്ചിരുന്ന നിലപാട് യുവതീ പ്രവേശന സമയത്ത് അത് യുവതികളെ കയറ്റാൻ മുന്നിട്ട് നിന്ന സർക്കാർ ഇപ്പോഴും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഒടുവിലത്തെ ഇന്നുണ്ടായിരിക്കുന്ന ഒരു പ്രതികരണം കൂടി. ഇനി അറിയേണ്ടത് കോടതിയിൽ എന്തു പറയും എന്നുള്ളതാണ്. കാരണം കോടതിയിൽ മറ്റൊരു നിലപാടാണ് പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. ഈ MV ഗോവിന്ദന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു നിലപാടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, യുവതികളെ ശബരിമലയിൽ കയറ്റണം, വിശ്വാസികളെ വെല്ലുവിളിച്ചുകൊണ്ട്, നിലനിൽക്കുന്ന സമ്പ്രദായങ്ങളെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ട്, ഭക്ത സമൂഹത്തെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ടൊരു നിലപാടുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കാരണം എങ്ങനെയൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോൾ പോലും ഏറെക്കുറെ പാർട്ടിയുടെ കള്ളക്കളികൾ, ഒപ്പം തന്നെ പാർട്ടിക്കുണ്ടായിരിക്കുന്ന ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ കൂടി ചേരുകയാണ്. ജിഷ്ണു, നാളെ എന്തായാലും സുപ്രീം കോടതിയിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ശബരിമല യുവതീ പ്രവേശന കേസ് വീണ്ടും എത്തുകയാണ്. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് നമ്മുടെ രാജ്യത്തെ പരമോന്നത നീതിപീഠം പരിഗണിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് പരിഗണിക്കുക. 44ാമത്തെ കേസായി ആണ് ഇത് എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ജിഷ്ണു നാളെ കോടതിയിൽ ഉണ്ടാകാൻ പോകുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, നാളെ ഇപ്പോൾ ഈ കേസിൽ വിധിയൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ വാദം എപ്പോൾ തുടങ്ങുമെന്നത് സംബന്ധിച്ച് ഒരുപക്ഷെ കോടതി തീരുമാനമെടുത്തേക്കാം. അതോടൊപ്പം തന്നെ 9 അംഗ ഭരണഘടനാ ബെഞ്ച്, ആ ബെഞ്ചിൽ ഏതൊക്കെ ജഡ്ജിമാരാകും തുടങ്ങിയ തീരുമാനങ്ങൾ എടുത്തേക്കാം. അങ്ങനെയുള്ള നടപടിക്രമങ്ങളാകില്ലേ നാളെ സുപ്രീം കോടതിയിൽ ഉണ്ടാവുക ജിഷ്ണു?
ഗൗതം, നാളെ 44ാമത്തെ കേസായാണ് ശബരിമല വിഷയം ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിന് മുൻപുള്ള കേസുകളിൽ വാദം നീണ്ടുപോവുകയാണെങ്കിൽ ആ കേസ് പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ്. നാളെ പരിഗണിക്കുകയാണെങ്കിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിന് മുൻപിലാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് കേസ് പരിഗണിക്കുമ്പോൾ അതിൽ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ ആഴത്തിലേക്കോ ആ കേസുമായി ബന്ധപ്പെട്ട വാദത്തിലേക്കോ 3-അംഗ ബെഞ്ച് പോകില്ല. പകരം ഈ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്നത് അത് എന്നു മുതൽ പരിഗണിക്കാനാകും, അതിൻ്റെ പരിഗണനയ്ക്ക് വേണ്ടി 9-അംഗ ബെഞ്ച് എങ്ങനെ രൂപീകരിക്കാം എന്നത് സംബന്ധിച്ചുള്ളൊരു നിരീക്ഷണവും തീരുമാനങ്ങളുമായിരിക്കും 3-അംഗ ബെഞ്ചിന് മുൻപിൽ ഉണ്ടാവുക. കാരണം 2018 സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ശബരിമലയിൽ യുവതീ പ്രവേശനമാകാം, പ്രായവ്യത്യാസമില്ലാതെ സ്ത്രീകൾക്ക് പ്രവേശിക്കാമെന്നൊരു വിധി പ്രസ്താവിച്ചത്. അതിൽ 5-അംഗ ഭരണഘടനാ ബെഞ്ചിൽ അന്ന് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മാത്രമായിരുന്നു വ്യത്യസ്തമായൊരു വിധി എഴുതിക്കൊണ്ട് ശബരിമലയിൽ അവിടുത്തെ രീതികൾ പരിശോധിക്കണം, ഹർജി നൽകിയത് ശബരിമലയിലെ അയ്യപ്പ ഭക്തരല്ല എന്നുള്ളതുകൊണ്ട് ആ ഒരു ടേം അംഗീകരിക്കാൻ സാധിക്കില്ല, അതായത് എല്ലാ യുവതികൾക്കും പ്രവേശനം അനുവദിക്കേണ്ടതില്ല എന്നൊരു വ്യത്യസ്ത വിധി അന്ന് 5-അംഗ ഭരണഘടനാ ബെഞ്ചിൽ എഴുതിയത് ഇന്ദു മൽഹോത്ര മാത്രമായിരുന്നു. പുനഃപരിശോധനാ ഹർജികൾ എത്തുമ്പോൾ 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രാഥമിക വാദം 2019 നടന്നിരുന്നുവെങ്കിൽ പോലും പിന്നീട് കൊറോണ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രതിസന്ധികളിൽ എത്തിയതോടുകൂടിയായിരുന്നു ആ വാദം മുടങ്ങിപ്പോയത്. ഇന്നിപ്പോൾ ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് നാളെ കേസ് പരിഗണിക്കുമ്പോൾ ആ ബെഞ്ച് പരിശോധിക്കുക എങ്ങനെ 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കാനാകും, ആ ബെഞ്ചിന് മുൻപിൽ എന്നെല്ലാം വാദങ്ങൾ നടക്കാൻ ആരംഭിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. കേസ് എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ള നിരീക്ഷണവും പ്രാഥമികമായിട്ടുള്ള വാദവും കോടതിയുടെ തീരുമാനവും മാത്രമായിരിക്കും നാളെ ഉണ്ടാവുക. ഏതായാലും ഏറെ നിർണായകമായ കേസാണ്. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത്. കേരളത്തെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായും അല്ലാതെയും ചൂടുപിടിച്ച ചർച്ചകൾക്കും കേരളത്തിനകത്തും പുറത്തും അയ്യപ്പ ഭക്തരുടെ വലിയ പ്രതിഷേധങ്ങൾക്കും നാമജപ പ്രതിഷേധങ്ങൾക്കുമെല്ലാം വഴിവെച്ചൊരു സംഭവമായിരുന്നു 2010 യുവതീ പ്രവേശന വിധി. 5-അംഗ ഭരണഘടനാ ബെഞ്ച് സൂചിപ്പിച്ചതും അല്ലെങ്കിൽ കൃത്യമായി ഉത്തരവിറക്കിയതും ശബരിമലയിൽ പ്രായവ്യത്യാസമില്ലാതെ സ്ത്രീകൾക്ക് പ്രവേശിക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ സ്ത്രീകളെ നിർബന്ധപൂർവ്വം പ്രവേശിപ്പിക്കണമെന്നോ ഇത്ര കാലയളവിനുള്ളിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചുകൊണ്ട് ഉത്തരവ് നടപ്പാക്കണമെന്നോ അത്തരത്തിലൊരു നിർദ്ദേശവും സുപ്രീം കോടതി നൽകിയിരുന്നില്ല. പക്ഷേ ആ വിധി ഏറ്റെടുത്തുകൊണ്ട് ശബരിമലയിലെ ആചാരങ്ങൾ അട്ടിമറിക്കുന്നതിന് പിണറായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ ശ്രമങ്ങളുണ്ടായി. പോലീസിൻ്റെ അകമ്പടിയോടുകൂടി യുവതികളെ ശബരിമലയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് ഭക്തരുടെ വലിയ പ്രതിരോധമുണ്ടായി. പിന്നീട് രാത്രിയുടെ മറവിലാണ് അവിടെ ആക്ടിവിസ്റ്റുകളെ എത്തിക്കാൻ പിണറായി സർക്കാരിന് സാധിച്ചത്. പിന്നീട് ഏറ്റ തിരിച്ചടികൾ, രാഷ്ട്രീയപരമായും അല്ലാതെയും ഏറ്റ തിരിച്ചടികളിൽ CPM-നും പിണറായി സർക്കാരിനും എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ കേസ് പരിഗണിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി വരിക. കാരണം നേരത്തെ നൽകിയ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയത് ശബരിമലയിൽ യുവതീ പ്രവേശനമാകാം, പ്രായവ്യത്യാസമില്ലാതെ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാം എന്ന തീർത്തും ഭക്തർക്ക് വിരുദ്ധമായ ശബരിമലയിലെ ആചാരങ്ങൾക്ക് വിരുദ്ധമായ നിലപാടായിരുന്നു സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിച്ചത്. ഇപ്പോൾ വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ ആ സത്യവാങ്മൂലത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ ഭക്തർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാനോ മുൻപ് നടത്തിയത് തെറ്റാണെന്ന് സമ്മതിക്കാനോ സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ, അതല്ല വീണ്ടും പഴയ ധാർഷ്ട്യത്തോടുകൂടി ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഞാൻ വീണയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. വീണ, നമുക്കറിയാം ഈ ശബരിമല യുവതീ പ്രവേശന കേസ് നാളെ കോടതിയിൽ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റ് വിവിധ വിഷയങ്ങളിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാർ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടാണ്. ജയിലിലേക്ക് പോയത് CPM-ന്റെ പ്രമുഖ നേതാക്കന്മാരാണ്. CPM ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡാണ് ആ വലിയ തട്ടിപ്പിന് നേതൃത്വം നൽകിയത്. ഇപ്പോൾ ശബരിമലയിലെ ധ്വജസ്തംഭവുമായി ബന്ധപ്പെട്ട്, കൊടിമരവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന തട്ടിപ്പുകൾ, ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം ശബരിമലയിൽ പമ്പയിൽ നടന്നിട്ടുള്ള അയ്യപ്പ ഭക്ത സംഘവുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പ്, അങ്ങനെ ശബരിമല കേന്ദ്രീകരിച്ച് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ വർഷങ്ങളായി നടത്തിയ വലിയ തട്ടിപ്പുകളുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഓരോ ദിവസം കഴിയും തോറും പുറത്തു വരുന്ന ഘട്ടത്തിലാണ് ഇതാ ശബരിമല യുവതീ പ്രവേശന വിഷയം കൂടി സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാരിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്ന ഒന്നാണ് ഈ വിഷയങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. കാരണം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. തീർച്ചയായും
ഗൗതം, നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുണ്ടാകുന്ന സംഭവങ്ങൾ അത് വലിയ തരത്തിൽ CPM-നെയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മാറി മാറി എടുക്കുന്ന ഒരു നിലപാടുകൾ, തിരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ചില പ്രഖ്യാപനങ്ങൾ. ഇപ്പോൾ ഈ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് MV ഗോവിന്ദൻ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നതും അതിൽ നിന്ന് ബോധ്യമാണ്. കാരണം പലതവണ പല രീതിയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, വാഗ്ദാനങ്ങൾ നടത്തുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ നിന്ന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിനുള്ള ഉദാഹരണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കവർച്ചാ വിഷയത്തിൽ പ്രതികൾ, അറസ്റ്റിലായ പ്രധാനപ്പെട്ട പ്രതികളൊക്കെ ഉണ്ട്. അതൊക്കെ CPM-ന് വേണ്ടപ്പെട്ടവരാണ്, CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയാണ്. എങ്കിൽ പോലും അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഒപ്പം തന്നെ ഘടകകക്ഷിയായ CPI അടക്കം ആ വിഷയത്തിൽ കൃത്യമായ നിലപാട് പറയുകയും ചെയ്തു. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം ശബരിമല സ്വർണ്ണക്കവർച്ചാ വിഷയത്തിൽ പാർട്ടി എടുത്ത നിലപാട് തന്നെയാണ്. അക്കാര്യങ്ങളൊക്കെ പുറത്തു വന്ന സാഹചര്യം. തൊട്ടു പിന്നാലെ തന്നെയാണ് ഈ കൊടിമരത്തിലുണ്ടായ വിഷയങ്ങൾ. ഒപ്പം തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടിലടക്കമുണ്ടായ കള്ളക്കളികളും സാമ്പത്തിക ക്രമക്കേടുകളും ഒക്കെ പുറത്തു വരുമ്പോൾ പോലും സർക്കാരിന്റെ ദൂർത്തടക്കം ജനങ്ങൾക്കിടയിൽ വലിയ തരത്തിൽ ചർച്ചയാകുന്നു. ഒപ്പം തന്നെ ഭക്തരെ ഒരു ഭാഗത്തൊപ്പം നിൽക്കും, അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തില്ല എന്ന് പറയുമ്പോൾ പോലും അവർക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളടക്കം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആദ്യഘട്ടത്തിൽ ഉണ്ടായ നിലപാടിൽ എന്താണ് ശബരിമല വിഷയത്തിൽ CPM-ന്റെ ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്ന കാര്യത്തിൽ അവർക്ക് തന്നെ ഉറപ്പില്ലാത്തൊരു സാഹചര്യമുണ്ട്. അത് ജനങ്ങൾക്കിടയിൽ തന്നെ ചില സംശയങ്ങൾക്കിടയാക്കുന്നുണ്ട്. കാരണം അത് ഏറെക്കുറെ ബോധ്യപ്പെട്ടൊരു സാഹചര്യമുണ്ട്. അതെന്തിനാണെന്ന് വനിതകളെ, യുവതി പ്രവേശനത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് സർക്കാർ എന്തിനിതിന്റെ രംഗത്ത് വന്നു? ഇപ്പോൾ ഈ സർക്കാരിന്റെ നിലപാട് ഉണ്ടാകുമ്പോൾ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ തുറന്നു പറയുന്നില്ല. ആ ഇരട്ടത്താപ്പ് നയം തന്നെയാണ് ഇപ്പോഴും വ്യക്തമാകുന്നത്. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഇക്കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അവരുടെ യഥാർത്ഥ മുഖം മൂടി തന്നെയാണ് അഴിഞ്ഞു വീഴുന്നത്. വാസ്തവത്തിൽ അവർ ലക്ഷ്യം വയ്ക്കുന്നത് തങ്ങളുടെ അജണ്ടകൾ അത് നടപ്പാക്കുക, അത് ഭക്തരെ വെല്ലുവിളിച്ചുകൊണ്ടാണെങ്കിലും വിശ്വാസങ്ങൾക്കെതിരെയാണെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു ഉറച്ച നിലപാട് തന്നെ ആദ്യം മുതൽ തന്നെ സ്വീകരിച്ചിരുന്നു. ചില സാഹചര്യങ്ങൾ അത് മാറ്റി ഒരു കപടമുഖം, അതായത് ഒരു മുഖംമൂടി ധരിച്ചുകൊണ്ട് ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നു.